ദേശീയ അധ്യക്ഷൻ അശോക് തൻവറിന്റെ അധ്യക്ഷതയിൽ പാലക്കാട് നടന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃയോഗത്തിലും മജീദ് പറമ്പായിയുടെ കോൺഗ്രസ് അംഗത്വത്തെ ചൊല്ലി ബഹളം. കളമശ്ശേരി ബസ് കത്തിക്കൽ കേസിൽ റിമാൻഡിൽ കഴിയുന്ന പറമ്പായിയുമായി കെ സുധാകരന് ബന്ധമുണ്ടെന്ന് ആരോപിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഐ ഗ്രൂപ്പുകാർ രംഗത്തെത്തിയതാണ് ബഹളകാരണം. കണ്ണൂരിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം ടി ജയകൃഷ്ണനാണ് ഈ വിഷയം ആദ്യം ഉയർത്തിയത്. സുധാകരനെതിരെ ആരോപണം ഉന്നയിച്ച കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്കെതിരെ നടപടി വേണമെന്നായിരുന്നു ജയകൃഷ്ണന്റെ ആവശ്യം. ഐ ഗ്രൂപ്പിലെ തന്നെ പലരും ഈ അഭിപ്രായത്തോട് യോജിച്ചു. എന്നാൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ച ഒരു പ്രശ്നത്തിന്റെ പേരിൽ നടപടിയെടുക്കുന്നത് ശരിയല്ലെന്ന് എ ഗ്രൂപ്പുകാർ വാദിച്ചതോടെ ബഹളമായി. തുടർന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയായ PC വിശ്വനാഥ് ഇടപെട്ട് ഇക്കാര്യം പിന്നീട് ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചതോടെ ഇരുവിഭാഗവും അടങ്ങുകയായിരുന്നു. മജീദ് പറമ്പായിക്ക് കോൺഗ്രസിൽ അംഗത്വം നേടിക്കൊടുത്തത് സുധാകരനാണെന്ന് കണ്ണൂരിൽ നടന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ യോഗത്തിൽ എ ഗ്രൂപ്പുകാർ ആരോപിച്ചിരുന്നു. ഇത് സുധാകരൻ നിഷേധിക്കുകയും ചെയ്തിരുന്നു. DCC പ്രസിഡന്റും ആ നിലക്കുള്ള കോൺഗ്രസ് നേതാക്കളുമായോ CPM നേതാക്കളുമായോ വ്യക്തിബന്ധമുണ്ട് എന്ന് പറയുന്നത് തീർത്തും അപഹാസ്യമായ ഒരു പ്രചരണമാണ്. സുധാകരനെതിരെ എ ഗ്രൂപ്പുകാർ ഉന്നയിച്ച ആരോപണം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നേരത്തെ വാക്കേറ്റത്തിനിടയാക്കിയിരുന്നു. 2005 സെപ്റ്റംബറിൽ കളമശ്ശേരിയിൽ ബസ് കത്തിച്ച സംഭവവുമായി പേരുയർന്നു കേട്ട സമയത്താണ് മജീദ് പറമ്പായിക്ക് അംഗത്വം കൊടുത്തതെന്നായിരുന്നു ആരോപണം.